എല്ലാവർക്കും പുതിയൊരുടിലേക്ക് സ്വാഗതം. പാരാമിലിറ്ററി ഫോഴ്സായ ആസാം റൈഫിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി റിലീസാക്കിയിരിക്കുകയാണ്. ആസാം റൈഫിലേക്ക് സ്പോർട്സ് പേഴ്സൺ റാലിയാണ് ഉടൻ റിലീസാവാൻ പോകുന്നത്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക, 28 സെപ്റ്റംബർ മുതൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. 27 ഒക്ടോബർ വരെ സമയം കിട്ടും. കറക്റ്റ് ഒരു മാസം ടൈം കിട്ടുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യണം. 28-ാം തീയതി ഇതിൻ്റെ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് വീഡിയോ എത്തിക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് എക്സാമിനേഷൻ വരുന്നില്ല. നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. റിക്രൂട്ട്മെൻറ്റ് റാലി നടത്തുന്ന ലൊക്കേഷനും ഡേറ്റ് അടക്കം അവർ നോട്ടിഫിക്കേഷനിൽ റിലീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ആസാം റൈഫിലേക്ക് സ്പെഷ്യൽ കാറ്റഗറി സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷനാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ഞാൻ പറഞ്ഞു. ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. റൈഫിൾമാൻ GD, റൈഫിൾ വുമൺ GD പോസ്റ്റുകളിലേക്കാണ് വാക്കൻസികൾ. ഡിസിപ്ലിൻ കാണാം. സ്പോർട്സ് ഡിസിപ്ലിൻ, അത്ലറ്റിക്സ്, അതിൽ 400 മീറ്റർ റേസ്, ലോങ് ജമ്പ്, ജാവലിൻ വരുന്നുണ്ട്. ഫെൻസിങ്, ഫുട്ബോൾ, ആർച്ചറി, ബാഡ്മിൻ്റൺ, ഷൂട്ടിംഗ്, ജൂഡോ, കരാട്ടെ. ഈ പറയുന്ന സ്പോർട്സ് ഡിസിപ്ലിൻ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. 38 വാക്കൻസിയാണ്. അപ്പോൾ ഇവിടെ കാണാൻ ലൊക്കേഷൻ ഫോർ കണ്ടക്ട് ഓഫ് റിക്രൂട്ട്മെൻറ്റ് റാലി. നാഗാലാൻഡിലാണ് ഈ ഒരു റാലി നടത്താൻ പോകുന്നത്. നാഗാലാൻഡിൽ റാലി ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. 25 നവംബർ മുതലാണ് റാലി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നാഗാലാൻഡിലാണ് സ്ഥലം. നാഗാലാൻഡിലാണ് നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് റാലി കണ്ടക്ട് ചെയ്യുന്നത്. അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം. ഇപ്പോഴേ കയറി അപേക്ഷ അയക്കാൻ നിൽക്കേണ്ട, കാരണം അപേക്ഷ തുടങ്ങിയിട്ടില്ല. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഫീൽഡ് ട്രയൽ, അതായത് സ്പോർട്സ് ഡിസിപ്ലിൻ ഉള്ളത് നിങ്ങൾ ട്രയൽ ചെയ്ത് കാണിക്കണം. അതായത് ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമും അവർ കണ്ടക്ട് ചെയ്യും. ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയറായിട്ട് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫീസായിട്ട് നിങ്ങൾ 100 രൂപ, ജനറൽ OBC-കാർ 100 രൂപ അടയ്ക്കണം. ഗേൾസിനും SC/ST-കാർക്കും ഫീസ് വരുന്നില്ല. അപ്പോൾ ജനറൽ OBC വരുന്ന ബോയ്സാണ് 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. ഇനി ഹൈറ്റും ചെസ്റ്റും ഞാൻ പറഞ്ഞുതരാം. ബോയ്സിനാണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഗേൾസിന് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ബോയ്സിന് വേണം. 85 വരെ എക്സ്പാൻഷൻ ചെയ്യാൻ അറിയണം. ഹൈറ്റിനും ഏജിനും അനുസരിച്ച് വെയിറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ മെഡിക്കൽ എക്സാം ഉണ്ടായിരിക്കും. മെഡിക്കൽ എക്സാമിൽ നിങ്ങൾക്ക് ഐ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിരിക്കണം. പിന്നെ നോക്നി, ഫ്ലാറ്റ് ഫുട്ട്, വെരിക്കോസ് വെയിൻ, സ്ക്വിൻ്റ് ഐ തുടങ്ങിയ സെലക്ഷൻ, മെഡിക്കൽ സെലക്ഷനും അവർ കറക്റ്റായിട്ട് നടത്തുന്നുണ്ട്. അപേക്ഷ അയക്കാൻ വേണ്ട ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 28 ആണ്. ജനറൽ OBC 28. പിന്നെ SC/ST-കാർക്ക് 10 വർഷം റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അതായത് 38 വയസ്സ് വരെ SC/ST-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്വാളിഫിക്കേഷൻ വെറും 10ാം ക്ലാസ് യോഗ്യതയാണ്. അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ സ്പോർട്സ് ഡിസിപ്ലിൻ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒന്ന് വേണം. ആ ഒരു സ്പോർട്സ് ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. പ്ലെയേഴ്സ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ നാഷണൽ കോമ്പറ്റീഷൻ, ഇൻ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ്, നാഷണൽ സ്പോർട്സ് ഗെയിംസ് ഫോർ സ്കൂൾ, കേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിം, കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, കേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ്, കേലോ ഇന്ത്യ പാരാ ഗെയിംസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ, സ്പോർട്സ് ഡിസിപ്ലിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതാണ് ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ്. അതിൻ്റെ കൂടെ ഈ പറയുന്ന ടൂർണമെൻറ്റിലെ സ്പോർട്സ് ഡിസിപ്ലിൻ ഉള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും അപേക്ഷ അയക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. സെലക്ഷൻ പ്രൊസീജിയറിൽ നിങ്ങൾക്കറിയാം. ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ എക്സാമും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ് വരുന്നത്. എക്സാമിനേഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്തോളൂ. കാരണം എല്ലാവരും കാത്തിരിക്കുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആണ്. സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അപേക്ഷ അയക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.